RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്ന സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവന തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സ്പീക്കർ സ്ഥാനത്തിരുന്ന് ഷംസീർ പറയാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും പ്രസ്താവന LDF നയത്തിന് തന്നെ എതിരാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ADGP RSS നേതാക്കളെ കണ്ടത് എന്തിനാണെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചോദിച്ചു. ഒരിക്കലും നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം രാജ്യത്ത് BJP RSS വളർന്നു വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് CPIM-ന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സുന്ദരയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യം BJP-ക്കും RSS-നും എതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യം ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്ത് വർഗീയ ഫാസിസം ഇല്ലാതാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് BJP RSS വലിയ സംഘടനയെന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു. ഒരു കാരണവശാലും സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റൊന്ന്, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. CPI-യും CPM-ഉം ചേർന്ന് മുന്നണി രൂപീകരിക്കുന്നത് രാജ്യത്ത് മതേതരത്വം പുലരാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുമാണ്. ആ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയാൻ ഒരിക്കലും സ്പീക്കറെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ ബിനോയ് വിശ്വം വളരെ വ്യക്തമായി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അതായത് അവരുടെ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ VS വിജയരാഘവൻ പറഞ്ഞല്ലോ, അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ CPM-ൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോട് വന്നിട്ടുണ്ട്. അത് ആ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. ആ പാർട്ടിയാണ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, എന്തിനാണ് ഒരു ക്രമസമാധാന ചുമതലയുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്തിന് രഹസ്യമായി പോയി? അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലല്ല പോയത്. 2 നേതാക്കന്മാരെ കണ്ടു. ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിയിട്ട് സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം പോയി. എന്തിനാണ് പോയത് എന്ന് തീർച്ചയായിട്ടും അറിയേണ്ട. ആരാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് പോകാൻ? അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം പോയത്? എന്താണ് ഉദ്ദേശം? ഇത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹം പറയേണ്ടതാണ്. അപ്പോൾ അത് പറയാത്ത സാഹചര്യത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷി MLA ആണ്. അൻവറിനെ പോലെയുള്ള MLA ആണ്. അൻവറാണ് ശരിക്കും ഈ വിഷയം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി അതിൻ്റെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത്. അതൊക്കെ പാർട്ടിയുടെ ഘടകം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിലപാട് ആ വിഷയത്തിൽ പറയും. അല്ല, ഞാനിവിടുത്തെ ജില്ലയുടെ ചുമതലയില്ലാത്ത ആളാണ്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം പറയേണ്ട പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പാർട്ടി അത്തരം വിഷയങ്ങളെല്ലാം പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യും. T. നന്ദഗോപാൽ പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. നന്ദു, എന്താണ് ചിറ്റയം ഗോപകുമാർ പറഞ്ഞത്? അജീം സർ, കഴിഞ്ഞ ദിവസം ഈ സ്പീക്കർ ഷംസീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ADGP MR അജിത് കുമാർ RSS-ന്റെ നേതാവിനെ കണ്ടതിൽ തെറ്റില്ലെന്നും RSS വലിയൊരു സംഘടനയാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൽ വലിയ വിമർശനങ്ങൾ CPM-നും ഒപ്പം തന്നെ CPI-നും എല്ലാം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ തന്നെ പരസ്യമായി ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സ്പീക്കർ AN ഷംസീർ ഈ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
RSS രാജ്യത്തെ വലിയൊരു സംഘടനയാണെന്ന പ്രസ്താവന തെറ്റാണെന്നും ഇടതുമുന്നണി ഇടതുമുന്നണിയുടെ നയത്തിനെതിരായ ഒരു പ്രസ്താവനയാണ് ഇതെന്നുമുള്ളതായിരുന്നു ചിറ്റയം ഗോപകുമാറിന്റെ ഏറ്റവും ഒരു പ്രസ്താവന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ADGP എന്തിനാണ് ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ADGP ഈ MR അജിത് കുമാർ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം നേരിടണമെന്നുള്ളതാണ് ചിറ്റയം ഗോപകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KR സാജു കൂടി ചേരുന്നു. സാജു, ഇന്ന് LDF യോഗം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിലല്ലാതെ ഒരു CPI നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ചിറ്റയം ഗോപകുമാറിന്റെ വിമർശനം. അപ്പോൾ ഇന്ന് LDF യോഗത്തിൽ CPI ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത ഉയർന്നു വരുന്നുണ്ടോ? CPIയുടെ ഒരു സുചിന്തിതമായ നിലപാടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് ഈ കൂടിക്കാഴ്ച MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ആരും ലഘൂകരിച്ച് കാണേണ്ടതില്ല, അങ്ങനെ ലഘൂകരിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന CPIയുടെ ഒരു നിലപാടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിലൂടെ കേട്ടത്. RSS വലിയ സംഘടനയാണ്, രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ്, അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്താണ് പ്രശ്നമെന്ന സ്പീക്കറുടെ ചോദ്യത്തിന് ഡെപ്യൂട്ടി സ്പീക്കറെ കൊണ്ട് CPI മറുപടി പറയിപ്പിക്കുന്നു എന്നതിന് അപ്പുറം ആ സ്ഥാനത്ത് സ്പീക്കർക്ക് ഇരുന്നു കൊണ്ട് പറയാൻ കഴിയില്ല എന്ന ഡെപ്യൂട്ടി സ്പീക്കറുടെ കുറ്റപ്പെടുത്തൽ അത് CPIയുടെ നിലപാടാണ്. അതായത് AN ഷംസീർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സ്പീക്കറായി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ സ്പീക്കറായി ഇരിക്കുമ്പോൾ അത്തരം വാചകങ്ങൾ പറയേണ്ടതില്ല, അത് ഇടതുമുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്ന സന്ദേശം ഡെപ്യൂട്ടി സ്പീക്കറിലൂടെ CPI നൽകിക്കുന്നു എന്നുകൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ കൂടിക്കാഴ്ചയെ ആവർത്തിച്ച് തള്ളിപ്പറയുക, അതായത് ADGPയും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ദത്താത്ര ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് CPIക്കുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് വളരെ 2-3 തവണയായി പരസ്യമായി വ്യക്തമാക്കിയതാണ്. അത് ഈ ഇടതുമുന്നണി യോഗത്തിന് തൊട്ടു മുമ്പ് CPI നേതാക്കൾ അതിശക്തമായി ഉന്നയിക്കുകയാണ്. അതായത് പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മന്ത്രിമാർ അടക്കമുള്ളവർ ഇതിനെ ADGP പോകുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലല്ലോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെ തള്ളിപ്പറയുക കൂടിയാണ് CPI നേതാക്കൾ ഇപ്പോൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ചിറ്റയം ഗോപകുമാറിന്റെ ഇപ്പോഴത്തെ വാക്കുകളെ കൂടി കാണാൻ. അജിംസ്. ശരി സാജു.